ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2023-24 അധ്യയന വർഷത്തെ മലയാളം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കൂ, നിർദ്ദേശങ്ങളാണല്ലേ. ഇതിന് ഓരോ പ്രവർത്തനങ്ങളായി നമുക്ക് നോക്കിയാലോ. പ്രവർത്തനം 1 എന്താണ് കൂട്ടുകാരെ? വായിക്കാം, എഴുതാം. അവിയൽ മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലെ ഒരു കഥ കഥ നമുക്ക് വായിച്ചു നോക്കിയാലോ. സാധ്യ തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന് ഇരയിമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വെറും ഒരു കറിയായി. ഊണിന് വിളമ്പി. നല്ല രുചിയും മണവുമുള്ള കറി എല്ലാവർക്കും വലിയ ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി. കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയൽ എന്ന് പേരിടുകയും ചെയ്തു. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈരൊഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിനു പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിവെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. പരുവം എന്താണ്? മുകളിലും അടിയിലും വിസ്താരമേറിയ വലിയ പാത്രം വേണമല്ലേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? ഓലൻ, കാളൻ, എരിശ്ശേരി, തോരൻ. ഏത് വിഭവമാണ്? അത് എരിശ്ശേരിയാണല്ലേ. വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിനു പകരം ഉപയോഗിച്ചിരുന്ന പദമേത്? വിവിധയിനം, ചരുവം, കൂട്ടിവച്ച, അത്യന്തം. ഇതിൽ അങ്ങേയറ്റം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് കൂട്ടുകാരെ? അത് അത്യന്തമാണല്ലേ. ദെൻ പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമേത്? പ്രയോഗമേതാണ് പറയുന്നുണ്ടല്ലേ, പിടിവലിയായി എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം. എന്താണ്? പിടിവലിയായി. ദെൻ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നമ്മളിപ്പോൾ വായിച്ചു, കഥാഭാഗത്ത് വായിച്ചല്ലോ. അവിയൽ എങ്ങനെയാണ് കൂട്ടുകാരെ ഉണ്ടാക്കുന്നത്? യെസ്, അവിയലിനുള്ള പച്ചക്കറികൾ നീളത്തിൽ അരിയുക. അരിഞ്ഞ പച്ചക്കറികൾ മഞ്ഞപ്പൊടി ചേർത്ത് വേവിക്കുക. വെന്തു കഴിഞ്ഞാൽ തൈര് ചേർത്ത ശേഷം തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക. വാങ്ങിയ ശേഷം അല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കുക. അപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത് എഴുതാമല്ലോ നിങ്ങൾക്കും. ഓക്കെ, ദെൻ 5th ക്വസ്റ്റ്യൻ നോക്കൂ. അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം? പരിപ്പ്, വെണ്ടയ്ക്ക തുടങ്ങിയവ അവിയലിൽ ഉൾപ്പെടാത്തതിനാൽ. പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ. തൈര് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാകുന്നതിനാൽ. വിവിധയിനം മസാലക്കൂട്ടുകൾ ചേർക്കാത്തതിനാൽ. അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടുകാരി അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം? അതെ, ഓപ്ഷൻ ബി ആണല്ലേ. എന്താണ്? പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാം. ഭക്ഷ്യവിഷബാധ. കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. മാറാരോഗങ്ങൾ പെരുകുന്നു. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? യെസ്, ആകർഷകമായ ചിത്രമൊക്കെ വരച്ച്, ബോർഡറൊക്കെ വരച്ച്, നിറം കൊടുത്ത് അതിനുള്ളിൽ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് എഴുതാം. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി സ്വന്തമായി കൃഷി ചെയ്യാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ കാര്യം. ഇത് ക്യാപ്ഷൻ എഴുതി കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രവർത്തനം 3 ഒരു ആത്മകഥയാണല്ലേ. നോക്കൂ. എന്നെ തൂക്കി വിൽക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തിലുള്ള തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ? ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു. പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിച്ച സുവർണകാലം. പൊന്നുപോലെ പരിപാലിച്ചവർ. കല്ലിൽ തട്ടി മടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തൻ്റെ ജീവിതമോർത്തു. തൂമ്പയുടെ ആത്മകഥയാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ. ഇരുമ്പ് പണിക്കാരൻ്റെ ആലയിൽ പുത്തൻ പുതിയ തൂമ്പയായി ഞാൻ 2 ദിവസം ഇരുന്നു. 3-ാം ദിവസം എന്നെ നാണുവേട്ടൻ വാങ്ങി ഈ വീട്ടിലെത്തിച്ചു. തെങ്ങിന് തലമെടുക്കാനും ചാല് കീറാനും കിണർ കുഴിക്കാനും വാഴക്കുഴി കുത്താനും എല്ലാത്തിനും എന്നെ വേണം. പണി കഴിഞ്ഞാൽ എന്നെ കഴുകി വൃത്തിയാക്കി വീടിന് പുറകിൽ കൊണ്ടുപോയി വയ്ക്കും. എല്ലാവർക്കും എന്നെ വേണം. ഞാനായിരുന്നു ആ വീട്ടിൽ ഏറ്റവും ഉപയോഗമുള്ള വസ്തു. ഇന്ന് കൃഷി കുറഞ്ഞു. എന്നെ ഇപ്പോൾ ആരും എടുക്കാറേ ഇല്ല. എൻ്റെ ദേഹത്ത് തുരുമ്പ് കയറി തുടങ്ങി. ഇന്നലെ പഴയ മാർക്കറ്റ് കച്ചവടക്കാർ പഴയ ഇരുമ്പ് കസേര തൂമ്പ കൊടുക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത് ഞാൻ പേടിയോടെയാണ് കേട്ടത്. ഇന്നതാ അവർ വീണ്ടും വന്നിരിക്കുന്നു. എന്നെയും തൂക്കി വിൽക്കുമോ? ഞാൻ പേടിച്ച് കരഞ്ഞുപോയി. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? തൂമ്പയുടെ ഒരു ആത്മകഥ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. പ്രവർത്തനം 4 നോക്കൂ. വിളംബരം തയ്യാറാക്കാം. GLP സ്കൂൾ കനകമലയുടെ 100-ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീജേഷ് ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിളംബരം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? കായികമേള 2023. ദെൻ GLP സ്കൂൾ കനകമലയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി കായികമേള നടത്തുന്നു. ദെൻ 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക്. നെക്സ്റ്റ് നമുക്ക് ഉദ്ഘാടനം എഴുതാം. ആരായിരുന്നു? ശ്രീ PR ശ്രീജേഷ്, മുൻ ഇന്ത്യൻ ഹോക്കി താരം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക, വാർഷികാഘോഷ കമ്മിറ്റി. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലൊരു വിളംബരം തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രവർത്തനം 5 വരികൾ കൂട്ടിച്ചേർക്കാം. അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തു രസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. അപ്പോൾ ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കൂ, കവിതയ്ക്ക് ഉചിതമായ തലക്കെട്ടും നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഒരു തലക്കെട്ട് നൽകാം. നമുക്ക് എന്ത് എഴുതാം? എന്തു രസം കേരളം. ഞാൻ വരികൾ കൂട്ടിച്ചേർത്താലോ. നെന്മണി കൊത്തി പാറിയിടും പച്ചത്തത്തകൾ തൻകൂട്ടം, വരിയായി നിരയായി ചന്തത്തിൽ റബ്ബറിൻ തോട്ടം എന്തുരസം, ജൂണിൽ പെയ്യും വർഷമഴ കുട്ടികൾ തോണി കളിക്കുന്നു, അറബിക്കടൽ അതിൻ തീരത്തായി തെങ്ങുകൾ പീലികൾ വീശുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടേതായ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് എന്താണ് ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 6 ആസ്വാദനക്കുറിപ്പാണല്ലേ. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞുമീനിനെ കിട്ടിയത്. തോർത്തുമുണ്ട് കൊണ്ട് കോരിയെടുത്താണ് കൂടെയുണ്ടായിരുന്ന മീനുകളെല്ലാം തൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുള്ള ചന്തമുള്ള മീൻ അരിവണി തിന്നാൻ കൊടുത്തു. കുഞ്ഞുമീൻ അത് കണ്ടത് പോലും ഭാവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല. എപ്പോഴും ഒരേ നിൽപ്പ്, നീന്താറുമില്ല, മുങ്ങാങ്കുഴി ഇടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിനൊരു മറുചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത്. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതുമെല്ലാം അവൻ പറഞ്ഞു. എൻ്റെ കാര്യമോ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും, അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു. കിച്ചുവിനും അത് കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയും എടുത്ത് പുഴവക്കത്തേക്ക് നടന്നു. കഥ വായിച്ചല്ലോ. കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. കുഞ്ഞുമീനിൻ്റെ കഥ വായിച്ചു. നല്ല രസമുള്ള കഥയാണ്. കിച്ചുവും കുഞ്ഞുമീനുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ കിച്ചു ഒരു കുഞ്ഞുമീനിനെ പിടിച്ചു. കുഞ്ഞുമീനിനെ പിടിച്ചൊരു അക്വേറിയത്തിൽ ഇട്ട് വളർത്തി. പക്ഷേ ആ മീൻ ഒന്നും തിന്നാതെ സങ്കടപ്പെട്ട് ഇരുന്നു. അതിൻ്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ കിച്ചു അതിനെ തിരിച്ച് പുഴയിലേക്ക് തന്നെ വിട്ടു. ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ മീനിനെ പിടിച്ച് കുപ്പിയിലിട്ട് വളർത്താൻ നോക്കുന്നതും 2 ദിവസം കഴിയുമ്പോൾ മീൻ ചത്തുപോകുന്നതുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല രസമുള്ള കഥ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെ കിച്ചു നല്ല കുട്ടിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ആസ്വാദനക്കുറിപ്പ് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.